മകളെ, ഇതാ നമ്മൾ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. പലരും വളരെ ദാഹത്തോടുകൂടി ഇരിക്കുന്നത് കാണുന്നുണ്ട്. വേറെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളതാണ് വചനത്തിലൂടെ പറയുന്നത്. ഒരു വചനം പറയാൻ വേണ്ടി അച്ഛൻ പറയുന്നതല്ല, നമുക്കെല്ലാവർക്കുമായിട്ട് കർത്താവ് ബൈബിളിലൂടെ സംസാരിക്കുന്ന ഒരു ശ്രേഷ്ഠമായ സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ പ്രവചനത്തിലെ വാക്കുകൾ കേൾക്കുകയും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുകയും വായിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. വാക്കുകൾ കേൾക്കുക, വാക്കുകൾ എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുക, വചനം വായിക്കുക, വചനം പാലിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞാൽ ആരാണത്? ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ അനുഗ്രഹീതരാണ്. വചനം അയച്ചും വചനം പഠിപ്പിച്ചുമാണ് കർത്താവ് രോഗികളെയും പാപികളെയും മാനസാന്തരപ്പെടുത്തുന്നത്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, വിവിധങ്ങളായ ഭവനങ്ങളിലും ആശുപത്രിയിലും തളർന്നു കിടക്കുന്ന തളർവാദ രോഗികൾ എഴുന്നേറ്റ് കർത്താവിന്റെ വചനം ശ്രവിക്കട്ടെ. രോഗാവസ്ഥയിൽ ഇനി ഒരിക്കലും രക്ഷയില്ല എന്ന് എഴുതിയ തളർവാദ രോഗിയെ അഴുകിയ ലാസ്റ്റിന് ഉയർപ്പിച്ച കർത്താവ് മരണവുമായി മല്ലടിച്ച് കിടക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാൽ അവൻ സൗഖ്യം പ്രാപിക്കട്ടെ. ഇനി രക്ഷയില്ല എന്ന് വിധി എഴുതിയവര്, ചികിത്സ ചെയ്തിട്ട് ഇനി കാര്യമില്ല എന്ന് കരുതുന്നവര് വചനത്തിന്റെ വഴിയിലൂടെ കടന്നു വരട്ടെ. നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ സ്ഥാപനത്തെ, നിന്റെ തലമുറയെ രക്ഷിക്കാൻ കർത്താവിന്റെ വചനത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.